രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് വീണ്ടും മിസ്സിംഗ് ആണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം അങ്ങനെ പുറപ്പെട്ടു പോവാറുണ്ട്. പലപ്പോഴും ഒരുപാട് വിമർശനങ്ങളൊക്കെ ആ വകയിൽ കോൺഗ്രസ് കേൾക്കാറുമുണ്ട്. വീണ്ടും അദ്ദേഹം തിരിച്ചു വരും. ഇപ്പോൾ കഴിഞ്ഞ ഒരു 1-2 ആഴ്ചയായി അദ്ദേഹത്തെ കാണാനില്ല. പ്രത്യേകിച്ചും ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചൂടുള്ള വിഷയങ്ങൾ കത്തിയാളുന്നു. പക്ഷേ പ്രതിപക്ഷത്തിനും കോൺഗ്രസിനും നല്ല മൂർച്ചയുള്ള ആയുധങ്ങൾ കിട്ടുന്നൊരു ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനെ കാണാനില്ല. അദ്ദേഹം എവിടെയാണ്? അപ്പോൾ അദ്ദേഹം ഇല്ലാത്തത് കൊണ്ട് മാത്രം നീറ്റ് പരീക്ഷാ ക്രമക്കേടിലടക്കം ഈ ജൂലൈ 10-11 തീയതികളിലൊക്കെ വെച്ചിരുന്ന പല സമര പരിപാടികൾ മാറ്റിവെക്കേണ്ടതായ അവസ്ഥയുണ്ട്. അപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ, അദ്ദേഹത്തിൻ്റെ അവൈലബിലിറ്റിയുടെ കാര്യത്തിലൊക്കെ വലിയ വ്യക്തത കുറവുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഫ്രീക്വൻ്റ്ലി സംഭവിക്കുന്ന ഈ മിസ്സിങ് അത് മൊത്തത്തിൽ പ്രതിപക്ഷത്തിനാകെ ഒരു ബാധ്യതയാകുന്നുണ്ടോ എന്ന് കൂടി സംസാരിക്കുകയാണ്. സാറിന് എന്താണ് തോന്നുന്നത്? അപ്പോൾ രാഹുൽ ഗാന്ധി ഒരു മൊത്തം ജനങ്ങൾക്ക് ഒരു വിശ്വാസ്യതാ പ്രശ്നം അദ്ദേഹത്തിൻ്റെ ഈ മിസ്സിങ് കാരണം ഉണ്ടാകുന്നുണ്ടോ? ഞാനതിനെ കാണുന്നത്, ഒന്ന്, രാഹുൽ ഗാന്ധി തന്നെയാണ് ഇവിടെ ഈ പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വം വഹിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതൊരു എന്താ പറയുക, ഒരു എസെൻഷ്യലി അങ്ങനെയായി മാറിയൊരു സാഹചര്യമാണുള്ളത്. പക്ഷേ അതേസമയം രാഹുൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ രാഹുൽ ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല എന്ന കാഴ്ചപ്പാടിലേക്കോ എന്ന അവസ്ഥയിലേക്കോ പോകുന്നതും ഒട്ടും ഗുണകരമല്ല. ഇപ്പോൾ ഈ ഇപ്പോൾ പറഞ്ഞില്ലേ, ജൂലൈ 10 ഇന്ന് അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് നടക്കേണ്ടതായിരുന്നു. ജൂലൈ 10 ഞാൻ മനസ്സിലാക്കുന്നത് പ്രയാഗ്രാജിലായിരുന്നു. നേരത്തെ രാജസ്ഥാനിലെ കോട്ടയിൽ നടന്ന ആ പരിപാടി UPയിലെ പ്രയാഗ്രാജിലാണ് ഇന്ന് നടക്കേണ്ടിയിരുന്നത്. അത് നടന്നിട്ടില്ല. അതിന് വ്യക്തമായ കാരണം പറഞ്ഞിട്ടില്ല. നീട്ടിവെക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. 19 നീട്ടിവെച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് അവിടെയുള്ള നേതാക്കൾക്ക് കുറച്ച് ആശ്വാസമായി എന്ന റിപ്പോർട്ട് വേറെ കിട്ടിയിട്ടുണ്ട്. കാരണം വെച്ചാൽ അവിടേക്ക് ആളുകളെ കൊണ്ടുവരുന്ന കാര്യത്തിലൊക്കെ വലിയ പ്രയാസമായിരുന്നു അവർക്ക്. അതുപോലെ തന്നെയാണ് പറ്റ്നയിൽ നടത്താൻ തീരുമാനിച്ചതും നീട്ടിയത്. പറ്റ്നയിൽ പക്ഷേ വേറൊരു കാര്യമുണ്ട്. അവിടെ ഇപ്പോൾ ഒരു ബൈ ഇലക്ഷൻ വരാൻ പോകുന്നു. അവിടെ ബങ്കിപ്പൂർ മണ്ഡലത്തിൽ ബൈ ഇലക്ഷൻ വരാൻ പോകുന്നു. അതുകൊണ്ട് അവിടെ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട്. അതുകൊണ്ട് അത് നടത്താൻ പറ്റില്ല എന്നുള്ളത് ഒരു റീസൺ അവിടെ പറയാം. പക്ഷേ ഞാൻ പറയുന്നത്, അദ്ദേഹം വരേണ്ടതാണ്, അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്യേണ്ടതാണ്. ഇതിന് എന്തെങ്കിലും എന്താ പറയുക, പ്രഖ്യാപിച്ചൊരു അന്ന് കോട്ടയിൽ അത് നല്ല വിജയമായിരുന്നു. അതിനുശേഷം അതിൻ്റെ ഒരു തുടർ പ്രക്ഷോഭം അല്ലെങ്കിൽ തുടർ പരിപാടി നിശ്ചയിച്ചിട്ട് അത് നടക്കാതെ പോകുന്നതൊക്കെ വളരെ മോശം തന്നെയാണ്, അല്ലാന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇതിനെ കാണേണ്ടത്, ഇത് ഏതോ തരത്തിൽ രാഹുൽ ഗാന്ധിക്ക് മാത്രം ബാധ്യതപ്പെട്ട ഒരു കാര്യമാണ്. ഈ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ പാർട്ടിയെയും അതുപോലെ തന്നെ ഈ പാർട്ടി രൂപം കൊടുത്ത പാർട്ടിയുടെ ബേസിസിലുള്ള ഈ ഇന്ത്യ സഖ്യത്തെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് രാഹുൽ ഗാന്ധിയുടെ മാത്രം കടമയാണ് എന്ന നിലയിലുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് അത് കൊണ്ടുപോകുന്നതും ഒരു പ്രയാസകരമായ കാര്യമാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു കോൺഗ്രസ് ആവട്ടെ, കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന കക്ഷികളാവട്ടെ, നിത്യം സമരത്തിലാവേണ്ട ഒരു കാലഘട്ടമാണിത്. അല്ലാതെ എപ്പോഴെങ്കിലും തയ്യാറാക്കപ്പെട്ട ഏതെങ്കിലും ഒരു ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലുമൊക്കെ എന്താ പറയുക, സ്ഥലത്ത് മാത്രമോ കേന്ദ്രീകരിച്ചോ ഒക്കെ എന്തെങ്കിലുമൊക്കെ സമര പരിപാടികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കാഴ്ചകളോ ഒക്കെ നടത്തുക എന്നതല്ല വേണ്ടത്. ഇപ്പോഴത്തെ നമ്മുടെ കാലഘട്ടം ആവശ്യപ്പെടുന്നത് വെച്ചാൽ എല്ലാ ദിവസവും അവർ സ്ട്രീറ്റിൽ ഉണ്ടാവേണ്ട ഒരു കാലഘട്ടമാണ്. അങ്ങനെയാണല്ലോ CJP ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? കോക്രോച്ച് ജനതാ പാർട്ടി അവിടെ പ്രക്ഷോഭം തുടങ്ങിയിട്ട് എത്ര നാളായി? അതുപോലെ തന്നെ അതിനോടൊപ്പം വന്നു നിൽക്കുന്ന ആളുകൾ, ഇപ്പോൾ സോഷ്യൽ ആക്ടിവിസ്റ്റ് സോനം വാങ്ചുക്ക് നിരാഹാര സമരത്തിലാണ്, അല്ലേ? അത് ചെയ്യേണ്ട ആളുകളാണ് ഇത് ചെയ്യാതിരിക്കുന്നത്. അതിന് പകരം രാഹുൽ ഗാന്ധി എവിടെയോ പോയി എന്നതുകൊണ്ട് മാത്രം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതൊക്കെ മണ്ടത്തരമാണ്. ഈ പാർട്ടിയുടെ എന്താ പറയുക, കോൺഗ്രസിൻ്റെ അവരുടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണത്. അത് മറികടക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി പോകുന്നതിന് സംഘപരിവാർ ഒരു തരം പ്രത്യേകമായ കളിയാക്കലുകളൊക്കെ ഉണ്ട്. അതിന് ഇപ്പോൾ അയാൾ സബാറ്റിക്കൽസ് എടുക്കാനുള്ള ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായ ഒരു അതിനെ തെറ്റായി കാണുന്നില്ല. പക്ഷേ ശരിയാണ്, ഒരു അർജൻസി, ഒരു സംഗതിയൊക്കെ ഇതിനകത്ത് വേണ്ടതാണ്. പക്ഷേ അത് മാത്രമാണ് ഒരു പ്രശ്നം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളവും മുന്നിട്ടിറങ്ങാൻ കഴിയാത്തതിനും സ്ട്രീറ്റിൽ ഇല്ലാതിരിക്കുന്നതിനും അതാണ് കാരണമെന്ന് കരുതി അതിൽ ചാരാനുള്ള ഒരു രീതി ഒട്ടും തന്നെ ശരിയല്ല. വേണ്ടതെന്ന് വെച്ചാൽ ബഹുജന പ്രക്ഷോഭമാണ്. ആ ബഹുജന പ്രക്ഷോഭം നടക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇവർ ആലോചിക്കേണ്ടത്. നിത്യവും എല്ലാ ദിവസവും സ്ട്രീറ്റിൽ ഇറങ്ങേണ്ട ഒരു സാഹചര്യമാണ്. ഇപ്പം നീറ്റുമായി ബന്ധപ്പെട്ട് ഈ സംഗതികൾ ഇത്രയും വീഴ്ചകൾ ഉണ്ടായിട്ടും ധർമ്മേന്ദ്ര പ്രധാൻ അവിടെ തുടരുകയാണ്.
എന്തൊരവസ്ഥയാണെന്ന് ആലോചിക്കൂ. ഒരാൾ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുന്നില്ല. ഞങ്ങളുടെ പ്രശ്നം മൂലമാണ് ഇത് ഉണ്ടായിട്ടുള്ളത് എന്ന് പ്രധാനമന്ത്രി ഇന്നേ വരെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടില്ല. അയോധ്യയിലെ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒരക്ഷരം മിണ്ടിയോ ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല. അപ്പോൾ അയോധ്യ വിഷയമാവട്ടെ, നീറ്റ് പ്രശ്നമാവട്ടെ, SIR വിഷയമാകട്ടെ, ഇതിലെല്ലാം എന്ന് പറഞ്ഞാൽ നിന്ന് കത്തേണ്ട ദിവസങ്ങളാണിത്. അത് സംഭവിക്കുന്നേയില്ല. അത് ഏതോ ഒരു ദിവസം ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു കോൺക്ലേവ് പോലുള്ള ഒരു പരിപാടി, അല്ലെങ്കിൽ ഒരു ഇൻട്രാക്ഷൻ എന്ന് പറയുന്ന പരിപാടിയെ മാത്രം ആശ്രയിച്ച് നിൽക്കുകയാണ്. രാഷ്ട്രപതി ചീഫ് ജസ്റ്റിസിന് കത്തെഴുതി വിടാതിരിക്കുകയാണ്. ഏത് SIRൽ ചീഫ് ജസ്റ്റിസിന് ഒരു കത്തയച്ച് അതിൽ അടയിരിക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ കാണുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് ഒരു പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സാധ്യമാവുക? അതിനെ മറികടക്കാനുള്ള, അത് എന്തുകൊണ്ട് ഇൻഹറൻ്റായിട്ട് ആ ഒരു പ്രശ്നത്തിൽ കോൺഗ്രസും പ്രതിപക്ഷവും നിൽക്കുന്നു എന്നുള്ളതാണ് വിഷയം. അതിൽ നിന്ന് മറികടപ്പ് സ്വാഭാവികമായിട്ടും DMKയുടെ സഖ്യം ഇല്ലാതായതിൻ്റെ ഒരു പ്രശ്നം അവിടെയുണ്ട്. ബംഗാളിലാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് തകർന്നടിയുന്നൊരു വിഷയം അവിടെയുണ്ട്. അപ്പോൾ കോൺഗ്രസിനാണ് ഇപ്പോൾ സാധ്യത മുമ്പിലുള്ളത്. കോൺഗ്രസ് ആ സംഗതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത് ലീഡ് ചെയ്യാനും, അത് എന്താ പറയുക, ആ നിലയ്ക്ക് ഡൽഹിയെ പ്രക്ഷോഭം അതിനകത്ത് നിറയ്ക്കാനുള്ള, പ്രക്ഷോഭം കൊണ്ട് നിറയ്ക്കാനുള്ള ഒരു ഉത്തരവാദിത്തമുള്ള പാർട്ടിയാണ് ഇത്തരത്തിലുള്ള എക്സ്ക്യൂസൊക്കെ പറഞ്ഞത്. പാറ്റ്നയുടെ കാര്യത്തിലാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പാറ്റ്നയിൽ ഈ സംഗതി മാറ്റിവെച്ചത് അവർക്ക് വലിയ അനുഗ്രഹമായി എന്നുള്ള റിപ്പോർട്ട് ഞാൻ ഇന്ദ്രസ്പെസിൽ കണ്ടു. എന്താണ് സംഗതി? അവർക്ക് ആളെ കിട്ടുന്നില്ല അതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി. പിള്ളേരെ കൊണ്ടുവരണമല്ലോ, ആളെ കിട്ടുന്നില്ല. അതുകൊണ്ട് ആകെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഇലക്ഷൻ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ആ പരിപാടി മാറ്റിവെച്ചതുകൊണ്ട് സമാധാനമായി എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ കണ്ടു. ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. അപ്പോൾ അതാണ് മാറേണ്ടത്. ആളെ കൂട്ടാനുള്ള അതിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുക, ആളുകളെ തെരുവിലിറക്കുക. അതാണിപ്പോൾ ചെയ്യേണ്ടത്. അല്ലാതെ രാഹുൽ ഗാന്ധി അവിടെ പോയോ അയാൾ കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുന്നു എന്നുള്ളത് വിഷയമല്ല. വിഷയം ആക്കാൻ വേണമെങ്കിൽ അത് ഞാൻ പറയുന്നത് ഒരു നേതൃത്വത്തിൻ്റെ, എന്താ പറയുക, ഒറ്റയാൾ നേതൃത്വത്തിലേക്ക് അതിനെ ചുരുക്കാനുള്ള ശ്രമത്തിൻ്റെയും കൂടി ഒരു ഭാഗമാണ് എന്ന് കരുതേണ്ടി വരും. നിഷാദ്, നോക്കൂ, സാറിപ്പോൾ അങ്ങനെ രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്താതെ സംസാരിക്കുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അർജൻറ്റീന ടീമിലെ ലയണൽ മെസ്സിയെ പോലെയാണ് കോൺഗ്രസും പ്രതിപക്ഷവും. ലയണൽ മെസ്സിയെ മുൻനിർത്തിയല്ലാത്ത ഒരു പ്ലാൻ കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും ഉണ്ടോ എന്ന് എനിക്കറിയാം. ലയണൽ മെസ്സിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ടീം തീർന്നു എന്നൊരു തോന്നലാണ് ഇപ്പോൾ എനിക്കൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ബി, ശരിക്കും രാഹുൽ ഗാന്ധി കുറേ ദിവസം മാറിക്കഴിഞ്ഞാൽ, ഒരു മൂർത്തമായ സമരം നടത്തേണ്ട ഒരു കാലത്ത് രാഹുൽ ഗാന്ധി മാറി നിന്നാൽ ഒരു പ്ലാൻ ബി നടത്താൻ പാകത്തിലുള്ളൊരു അവസ്ഥ, ഒരു ഘടന പാർട്ടിക്കും പ്രതിപക്ഷത്തിനും ഉണ്ടോ? ഇല്ല. അതിൻ്റെ അടിസ്ഥാന പ്രശ്നം അതല്ലേ. നമ്മളെപ്പോഴും പറയാറുള്ളൊരു കാര്യമില്ലേ, 2029 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പ്രതിപക്ഷ മുന്നണിക്ക് വിജയിച്ച് കയറാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ദിവസം പരിശോധിച്ചാൽ ഇല്ല എന്നതിനർത്ഥം. കാരണം എന്താണ്? അങ്ങനെ വിജയിച്ചു കയറണമെങ്കിൽ ജനങ്ങളെ അണിനിരത്തുക എന്ന് പറയുന്ന പണിയെടുക്കണം. CPM ഒക്കെ എപ്പോഴും പറയില്ല, ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ മൂവ്മെൻറ്റ് സംഘടിപ്പിക്കും. ജനങ്ങളെ അണിനിരത്തുക എന്നുള്ള വലിയൊരു വാചകമാണ്. ആ പണി എടുക്കണം. ആ പണി കോൺഗ്രസ് എടുത്തിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത് ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നവർ പറയാറില്ലേ, അത് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഗതി നേടിയെടുത്തത്. ജനങ്ങളെ അണിനിരത്തുക പല വഴിക്ക് നിരത്താൻ പറ്റും. BJP അണിനിരത്തുന്നത് അവരുടെ ഹെയ്റ്റ് പ്രോജക്റ്റ് വഴിയാണ്. ജനങ്ങളെ അണിനിരത്തുകയും അവരെ സ്വന്തം പതാകയ്ക്ക് കീഴിൽ കൊണ്ടുവരികയും ചെയ്യാതെ നിങ്ങൾക്കൊരു ഇലക്ട്രൽ വിക്ടറിയും എടുക്കാൻ പറ്റില്ല. അങ്ങനെ ജനങ്ങളെ അണിനിരത്തണമെങ്കിൽ രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് രാവിലെ എഴുന്നേറ്റ് വാർത്താ സമ്മേളനം നടത്തുകയോ ഭാരത് ജോഡോ യാത്ര നടത്തുകയോ സാധ്യമാകുന്ന കാര്യമല്ല. അതിന് സംഘടനയുടെ ഏറ്റവും താഴെത്തട്ടിലെ സംവിധാനം വരെ ഉണർന്ന് പ്രവർത്തിക്കണം. എന്നാൽ മാത്രമേ ജനങ്ങളിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ, ജനങ്ങളുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടാക്കാൻ തക്കവണ്ണത്തിൽ കോൺഗ്രസ് പാർട്ടിയെ ഉണ്ടാക്കിയിട്ടില്ല. രാഹുൽ ഗാന്ധി വലിയ റിസർച്ച് നടത്തിക്കൊണ്ട് ഇന്ത്യയിൽ BJP നടത്തുന്ന തട്ടിപ്പുകളൊക്കെ അദ്ദേഹം പ്രദർശിപ്പിക്കുകയും വിമർശിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ അദ്ദേഹം ഭാരത് ജോഡോ മാർച്ച് നടത്തും. അദ്ദേഹം വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന പരിപാടി നടത്തും. അദ്ദേഹം വിദേശത്ത് പോയിട്ട് അവിടെ പല ഡിപ്ലോമാറ്റ്സിനെയും തിങ്ക് ടാങ്ക്സിനെയും ഒക്കെ കണ്ടിട്ടുള്ള കോൺവെർസേഷൻസ് നടത്തും. അതുകൊണ്ട് മാത്രം പറ്റില്ല. അതുമാത്രം കാണുന്നവരല്ല ഇന്ത്യയിലെ ജനങ്ങൾ. ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു പാർട്ടിയുമായിട്ട്, ഒരു ആശയവുമായിട്ട്, ഒരു പതാകയുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കണമെങ്കിൽ താഴെത്തട്ടിലുള്ള ഒരു കണക്ട് ഉണ്ടാക്കണം. കോൺഗ്രസ് ഇല്ല. അതാ പ്രശ്നം. നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലുണ്ടോ? അദ്ദേഹം എപ്പോഴും ഇന്ത്യയിൽ ഉണ്ടാവാറുണ്ടോ? അദ്ദേഹം വിവിധ രാജ്യങ്ങളോട് സഞ്ചരിച്ച് അതത് രാജ്യങ്ങളിലെ വിശേഷ പട്ടങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയും വളരെ രസകരമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്തോനേഷ്യയിലൊക്കെ ഇപ്പോൾ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അത് ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ലാത്തത് കൊണ്ട്, മോദിയോ അമിത്ഷായോ ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഗ്രൗണ്ടിലില്ലാത്തതുകൊണ്ട് BJPയുടെ ഹെയ്റ്റ് പ്രോജക്റ്റിന് വല്ല തടസ്സമുണ്ടോ? കേരളത്തിലടക്കം അതിൻ്റെ വിദ്വേഷ പ്രചാരണ പരിപാടികൾ നിന്നിരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞാൽ അതിൻ്റെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് അതാണല്ലോ. അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഹെയ്റ്റ് പ്രോജക്റ്റാണ്. അതിങ്ങനെ ഭരണമൊന്നുമല്ല, മറിച്ച് എഥനോളിനകത്ത് 20-30%, പെട്രോളിനകത്ത് 20% എഥനോൾ ചേർത്തിട്ട് അത് ചോദിക്കുമ്പോൾ
മറ്റേ പള്ളി അമ്പലം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തെറ്റിക്കലാണുള്ള പരിപാടി. ആ പണി വൃത്തിക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മോദി ഇവിടെ വേണമെന്നൊന്നുമില്ല. മോദി തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന് 4 പ്രസംഗം നടത്തും, ബാക്കി അതിനാവശ്യമുള്ള നയപരിപാടികൾ ഉണ്ടാക്കും, വിഷയങ്ങൾ ഇട്ട് കൊടുക്കും, ബാക്കി സിസ്റ്റം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ ജനങ്ങളുടെ ജീവിത പ്രശ്നം. ഇപ്പോൾ E20 ഇന്നലെ മന്ത്രി സമ്മതിച്ചിരിക്കുന്നു. എന്ത്? എഥനോൾ ഉപയോഗിച്ചാൽ മൈലേജ് കുറയും. ഇന്ത്യയിലെ ശരാശരിക്കാരനോട്, പാവപ്പെട്ടവനോട് പറയുകയാണ് ഞങ്ങൾ എഥനോൾ ചേർക്കുകയാണ്, നിങ്ങളുടെ മൈലേജ് കുറയും എന്ന് വെച്ചാൽ പൗരൻ്റെ കയ്യിലെ അവൻ്റെ ശേഷി, അവൻ്റെ സാമ്പത്തിക ശേഷിയെ കുറയ്ക്കുന്ന ഒരു നയം എടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ ആ 100 രൂപ കൊണ്ട് നിങ്ങൾക്ക് 40 കിലോമീറ്റർ സഞ്ചരിക്കാമായിരുന്നെങ്കിൽ നിങ്ങൾക്കിനി ആ 100 രൂപ വെച്ച് 40 കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയില്ല, 35 കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയൂ. ആ 40 കിലോമീറ്റർ സഞ്ചരിച്ച് ചായ വിൽക്കാൻ പോകുന്ന ആൾ, പത്രം ഇടാൻ പോകുന്ന ആൾ, അയാൾക്ക് 100 രൂപയിൽ കൂടുതൽ പൈസ കൊടുത്ത് പെട്രോൾ അടിക്കേണ്ട ഒരു സാഹചര്യം ഒരു ഭരണകൂടം ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്നിട്ട് ഭരണകൂടം പറയാണ് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ നമ്മുടെ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയാണെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ സ്വയം പര്യാപ്തം, നമ്മൾ കൊണ്ടുവരുന്ന നയങ്ങൾ അടിസ്ഥാനപരമായി ഇന്ത്യൻ എക്കണോമിയെ, ജനങ്ങളെ എങ്ങനെ സഹായിക്കുന്നു എന്ന ക്വസ്റ്റൻ അവിടെയുണ്ട്. ജനങ്ങളെ ദ്രോഹിക്കുന്ന നയം ഉണ്ടാക്കിയിട്ട് ആരുടെ നേട്ടത്തിന്? ഈ E20 കൊണ്ടുവരുന്ന ആരുടെ നേട്ടത്തിന്? ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മണ്ണാണോ? ഇന്ത്യയിലെ ജനങ്ങളാണ്. ഇന്ത്യയിലെ ജനങ്ങളിലെ പാവപ്പെട്ടവരായ മനുഷ്യരുടെ മൈലേജ് കുറച്ചിട്ടുണ്ടാക്കുന്നത് ഇന്ത്യക്ക് എങ്ങനെ നേട്ടമാവുക? നമ്മുടെ ഈ E20 ചേർത്തുകൊണ്ട് ഇനി പെട്രോളിന് വില കുറയ്ക്കോ? വില കുറച്ചാൽ ശരിയാണ്, നമുക്ക് ഈ 40-35 ആകുമ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റും. കുറയ്ക്കോ? അത് കുറയ്ക്കത്തില്ല. ഇപ്പം ഹോർമുസിലെ പ്രശ്നം കാരണം ഇനി വർഷങ്ങളോളം കുറയ്ക്കാൻ പറ്റില്ല എന്നുള്ള മൂഡിലാണ് ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ നിൽക്കുന്നത്. ആ പ്രശ്നം സാധാരണക്കാരെ സ്പർശിക്കുന്ന പ്രശ്നമാണ്. അതുമായിട്ട് ആരാണ്? E20 പെട്രോൾ തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് റോഡിലിറങ്ങി നിൽക്കുന്നത് കോൺഗ്രസ്സുകാരല്ലേ? അവരെ നമ്മൾ കാണുന്നില്ലല്ലോ. അതുപോലെ നീറ്റ് പരീക്ഷ നോക്കിയിട്ട് ഇവരുടെ ഏറ്റവും വലിയ പ്രോജക്റ്റായിരുന്ന അയോധ്യയിലെ തട്ടിപ്പ്, അത് എടുത്ത് മുന്നിൽ വെച്ചുകൊണ്ട് വളരെ അടുത്ത മൊമെൻറ്റിൽ പ്രൊട്ടസ്റ്റ് സംഘടിപ്പിക്കേണ്ട ആരാണ്? കോൺഗ്രസ്സുകാരല്ലേ? അപ്പോൾ അവർക്കതിന് സിസ്റ്റമില്ല, സംഘടനയില്ല, വേറെ നേതാക്കളില്ല. കഴിഞ്ഞ മുമ്പത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഓർമ്മയുണ്ട്, ചൗക്കിദാർ ചോർഹെ എന്ന മുദ്രാവാക്യം രാഹുൽ ഗാന്ധി ഉറക്കെ വിളിച്ചിട്ട് അദ്ദേഹം പിന്നീട് ഒന്ന് CWCയിൽ നിന്ന് ഇറങ്ങിപ്പോയതുകൊണ്ടാണ് ഞാൻ ഈ നേതൃത്വത്തിലില്ലാന്ന്. ACC പ്രസിഡന്റ് ആയിരുന്നല്ലോ. അദ്ദേഹം ചൗക്കിദാർ ചോർഹെ എന്ന് വിളിച്ചു, വേറെ ആരും വിളിക്കാനുണ്ടായിരുന്നില്ല. ഞാൻ ഈ രാജ്യത്തിൻ്റെ ചൗക്കിദാറാണെന്ന് മറ്റോ പറഞ്ഞ് മോദി എന്തോ ഒരു ചൗക്കിദാറെന്തോ രക്ഷകൻ എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അദ്ദേഹത്തിൻ്റെ പേര് മാറ്റി. ബാക്കി മുഴുവൻ പേരും അതുപോലെ മാറ്റി. നേതാക്കൾ കോൺഗ്രസ്സിലാരുടെ പേര് മാറ്റിയോ? അല്ലെങ്കിൽ കോൺഗ്രസ്സിലാരും അത് ഏറ്റെടുക്കാൻ തന്നെ കോൺഗ്രസ്സുകാർക്കൊന്ന് പേടിയായിരുന്നു. ഞാൻ ഏറ്റെടുത്ത് ഒരുപാട് ഉറക്കെ സംസാരിക്കേണ്ട കാര്യമില്ല. പിന്നെ RSSന് ഉറക്കെ സംസാരിക്കേണ്ട കാര്യമുണ്ടെന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ പോലും അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ കൂടെ നിൽക്കാൻ ആളെ കിട്ടില്ല എന്ന് പറഞ്ഞ് അന്ന് പ്രതിഷേധം രേഖപ്പെടുത്തിയാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൊളിറ്റിക്സിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ പൊളിറ്റിക്സിൽ പ്രവർത്തിക്കുമ്പോൾ അതിനകത്ത് എല്ലാ സങ്കീർണതകളുമുണ്ട്. 24 hours ഒരു ലീഡറെ ആവശ്യമുണ്ട്, ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഇന്ത്യ. സാധാരണ ഒരു സന്ദർഭം പോലെയല്ല ഇന്ത്യ കടന്നു പോകുന്നത്. കഴിഞ്ഞ 12 വർഷമായിട്ട് ഇന്ത്യ ഒരു പ്രത്യേകമായിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ ജീവിത കാലാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അവിടെ ഒരു ഫുൾ ടൈമറെ ആവശ്യമുണ്ടെന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി അല്ല പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടി സംഘടനാ ശരീരമാണെന്നും അത് ജനങ്ങൾക്കിടയിൽ ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്നതാണെന്നും മനസ്സിലാക്കാനും അങ്ങനെ പറ്റുന്ന തരത്തിൽ പാർട്ടിയെ മാറ്റാനുമാണ് ഈ നേതാക്കൾക്ക് കഴിയേണ്ടത്. അതിപ്പോൾ ഈ രാഹുൽ ഗാന്ധിക്കും KC വേണുഗോപാലിനും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ പണി ആ പാർട്ടിയെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നശിച്ചുപോയ പാർട്ടിയെ, നഷ്ടപ്പെട്ടു പോയ പാർട്ടിയെ വീണ്ടെടുക്കുക എന്നുള്ള പണി അവരെടുക്കേണ്ടതുണ്ട്. അല്ലാതെ രാഹുൽ ഗാന്ധി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ചൂളിപ്പോകുന്ന അല്ലെങ്കിൽ മറഞ്ഞു കളയുന്ന ആൾക്കാരായിട്ട് മാറേണ്ടതില്ല. രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ എന്താ, ഞങ്ങളുടെ പാർട്ടി ഇവിടെ ഉണ്ട്, ആ പാർട്ടി വരുത്തുന്ന മുദ്രാവാക്യങ്ങളും വിഷയങ്ങളും ഇവിടെ ഉണ്ടെന്ന് ഉറക്കെ തിരിച്ചു പറയാൻ പറ്റണം. അതിന് പാർട്ടി ഉണ്ടാവണം. അത് ഉണ്ടാക്കലാണ് ഇവർ ചെയ്യേണ്ടത്. ഇനി ഈ ഷോർട്ട് നോട്ടീസിൽ ഉണ്ടാക്കാനൊന്നും പറ്റില്ല, പാടായിരിക്കും. അതിന് സമയമെടുക്കും. ആ സമയമെടുത്തിട്ട് അത് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അല്ലാതെ ഒരു കാലത്തും ഇവർക്ക് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ പറ്റില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന വിദേശ സന്ദർശനങ്ങൾ നമുക്ക് കുറ്റപ്പെടുത്താൻ ഒക്കില്ല. അദ്ദേഹത്തിൻ്റെ ലൈഫാണ്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങളുണ്ടാകും. പക്ഷേ അദ്ദേഹത്തെ മാത്രം ഊന്നിക്കൊണ്ടാണ് ഇവിടെ ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ആ ഒരു ഓർമ്മ അദ്ദേഹത്തിന് ഉണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കുകയാണ്.